ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ വീരസിംഹാവലോകനം എന്ന ഗ്രന്ഥത്തിലെ കർമ്മവിഭാഗം എന്ന ഭാഗമാണ് തുടങ്ങുന്നത്. ഇനി കർമ്മവിഭാഗാഭിപ്രായമനുസരിച്ച് ജ്വരത്തിൻ്റെ ഉൽപ്പത്തിക്കുള്ള കാരണവും അതിനുള്ള പരിഹാരവും പറയുന്നു. പൂർവജന്മത്തിൽ പരോപദ്രവം ചെയ്തിട്ടുള്ളവരും ദ്രോഹബുദ്ധികളും ഈ ജന്മത്തിൽ എല്ലായ്പ്പോഴുമുള്ള ജ്വരങ്ങളാൽ ദുഃഖിതരായി തീരും. അതിൻ്റെ ശാന്തിക്കായി ജാതവേദസ മന്ത്രം 108 ഉരുക്കഴിക്കുകയും മഹാദേവന് സഹസ്ര കലശ അഭിഷേകം ചെയ്യുകയും ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുകയും വേണം. സർപ്പത്തെ കൊല്ലുക, ഗുരുവിനെ നിന്ദിക്കുക, ഗുരുഭാര്യയോടുകൂടി രമിക്കുക, ഇവയെല്ലാം ജ്വരരോഗത്തിന് കാരണമാകും. ഇതിന് പരിഹാരമായി മഹാദുർഗാ മന്ത്രം കൊണ്ട് ആമ്രഹോമം നടത്തണം. ശീതജ്വരം, ഉഷ്ണജ്വരം, 4ാം മുറ ജ്വരം എന്നിവ ഉണ്ടാകുന്നതിന് കാരണം പട്ടികളെ കൊണ്ട് മറ്റു ജന്തുക്കളെ ഭയപ്പെടുത്തുക എന്നതാണ്. അതിനു പരിഹാരമായി പഞ്ചദുർഗാ മന്ത്രം, രുദ്രസൂക്തം, ആദിത്യഹൃദയം എന്നിവയും ജപിക്കണം. ഒരു ശ്ലോകം നോക്കാം. യേ പുനഃ ക്രൂരകർമാണ പാപാപിശുന ചേതസ തേ ഭവേയു സദാ ശീതജ്വരവന്തശ്ച തത്പരാ ശാന്തയേയുധസംഖ്യാകം കുര്യാത്തു പ്രയതോ ജപം ജാതവേദസമന്ത്രേണ ബ്രഹ്മണാൻ ഭോജയേത്തത സുരാമാംസോപഹാരാദ്യേ കൽപ്പം യത്ര പ്രശസ്യതേ. അതായത് ക്രൂരകൃത്യങ്ങളും നികൃഷ്ട പ്രവൃത്തികളും പാപകർമ്മങ്ങളും ചെയ്യുന്നവൻ ശീതജ്വര രോഗികളായി തീരും. അതിൻ്റെ ശാന്തിക്കു വേണ്ടി ജാതവേദസ മന്ത്രം 10,000 പ്രാവശ്യം പരിശുദ്ധിയോടെ ജപിക്കുകയും ജപാനന്തരം സഹസ്ര കലശം കഴിക്കുകയും 100 ബ്രാഹ്മണർക്ക് ഊണു നൽകുകയും വേണം. മദ്യം, മാംസം മുതലായി ഇഷ്ടപ്പെട്ടവ കൂടി ചേർക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. അശക്താപേക്ഷയാ വിത്തശാഠ്യം ന കുർവീത എന്നുള്ള വചനം കൊണ്ട് 100 ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അവനവൻ്റെ ശക്തിക്ക് തക്കവണ്ണം കഴിച്ചാൽ മതിയാകും. ഇവിടെ സന്തത ശീതജ്വര പ്രതികാരത്തെയാണ് പറയുന്നത്. സന്തത ശീതജ്വരം എന്ന് പറഞ്ഞാൽ വിഷമജ്വരത്തിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്. സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവൻ ഉഷ്ണജ്വരവാനായി തീരുന്നു. അതിൻ്റെ പരിഹാരത്തിനായി മഹാദേവന് സഹസ്ര കലശ അഭിഷേകം ചെയ്ത് യഥാശക്തി ബ്രാഹ്മണ ഭോജനം നൽകണമെന്നു മഹേശ്വര തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. ഉഷ്ണജ്വരേ മഹേശസ്യ പ്രകുര്യാദഭിഷേചനം എന്നും ശീതജ്വരേ തഥാ കുര്യാദഭിഷേകം ഹരേർബുധ എന്നുമുള്ള തന്ത്രോക്തി അനുസരിച്ചുള്ള ഉഷ്ണജ്വരത്തിൽ മഹേശ്വരനും ശീതജ്വരത്തിൽ മഹാവിഷ്ണുവിനും സഹസ്രകലശാഭിഷേകം കഴിക്കണം. പാൽ, വെണ്ണ, പനിനീർ എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്താലും മതി. ഇനി അടുത്തതായി കുംഭദാന വിധിയാണ് പറയുന്നത്. അതായത് കുംഭത്തിലോട്ട് കുടത്തിലോട്ട് ആവാഹിച്ച് രോഗത്തെ ആവാഹിച്ചെടുക്കുന്ന വിധി. പൊട്ടൽ, അടർച്ച, സുഷിരം മുതലായ കേടുകൾ ഒന്നുമില്ലാത്തതും ഉറപ്പുള്ളതുമായ ഒരു ചുവന്ന മൺകുടത്തിൽ തേനോ നെയ്യോ ശർക്കരയോ എള്ളോ വെള്ളമോ അവനവൻ്റെ കഴിവിന് തക്കവണ്ണം നിറച്ച് 80 ഇടങ്ങഴി നല്ല അരി ഒരു പാത്രത്തിലിട്ട് അതിന്മേൽ വച്ച് ശുഭ്രവസ്ത്രം കൊണ്ട് ചുറ്റി വെളുത്ത പുഷ്പം കൊണ്ടും ഗന്ധധൂപങ്ങൾ കൊണ്ടും അർപ്പിച്ച് മുൻപറഞ്ഞ വിധത്തിൽ സമിത്ത്, നെയ്യ്, പായസാന്നം മുതലായവ കൊണ്ട് ഹോമിച്ച് രോഗിയുടെ രോഗത്തെ കുംഭത്തിൽ ആവാഹിച്ച് താഴെ പറയുന്ന മന്ത്രധ്യാനത്തോടുകൂടി ആ കുംഭം പരിശുദ്ധനും സദ്വൃത്തനും ശാസ്ത്രജ്ഞനും സുശീലനുമായ ഒരു ബ്രാഹ്മണന് സമർപ്പിക്കണം. ശക്തിക്കു തക്കവണ്ണം സ്വർണദാനവും ചെയ്യണം. ആ ബ്രാഹ്മണന് കിട്ടുന്ന ദാനവസ്തുവിൽ നിന്ന് രോഗം പകരാതിരിക്കുന്നതിന് അദ്ദേഹം ഗായത്രി ജപം നടത്തി രോഗത്തെ ശാന്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് അദ്ദേഹത്തിന് സ്വർണദാനമോ ധനദാനമോ കൂടി ചെയ്യുന്നത്. എന്നാൽ ജ്വരരോഗി രോഗവിമുക്തനായി സുഖിയായി തീരും. ഈ കുംഭദാനവിധി സർവ്വജ്വരങ്ങളെയും ശമിപ്പിക്കുന്നതാകുന്നു. ഇങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് ഇവിടെ പറഞ്ഞിട്ട് ജപഹോമാദികൾ തന്നെ പ്രായശ്ചിത്തമാണെന്ന് ജ്യോത്സ്യൻ പറയണം. ഇവിടെ ഈ കുംഭദാന വിധിയിൽ പറയുന്നത് രോഗത്തിനെ കുംഭത്തിലേക്ക് ആവാഹിച്ച് ഒരു പാവപ്പെട്ട സാത്വികനായ ബ്രാഹ്മണന് ദാനം ചെയ്യുവാനാണ്.
80 ഇടങ്ങഴി അരി സഹിതം പാത്രത്തോടു കൂടി ദാനം ചെയ്യാനാണ് പറയുന്നത്. ഇതൊരു താന്ത്രിക കർമ്മമാണ്. ആ ബ്രാഹ്മണന് അറിയാം ആ കുംഭത്തിൽ രോഗത്തെ ആവാഹിച്ചിരിക്കുകയാണെന്ന്. അയാൾ സാത്വികനായ ഒരു ബ്രാഹ്മണനായതുകൊണ്ട് ഒരിടത്ത് മാറി ഒരു പുഴയുടെ കരയിൽ ചെന്നിരുന്ന് 1,00,000 തവണ ഗായത്രി ജപിച്ച് രോഗത്തിനെ ആവാഹിച്ച് രോഗത്തിനെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രോഗത്തിനെ ആവാഹിക്കാം, പുലവാലായ്മകളെ ആവാഹിക്കാം, മരിച്ച ആളിൻ്റെ പൂർവ്വജന്മ ദുരിതങ്ങളെ ആവാഹിക്കാം എന്നും പറയുന്നു. പല ദുരിതങ്ങളെയും ആവാഹിക്കാം. അതായത് പൂർവ്വജന്മ ദുരിതത്തെ ആവാഹിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ആ രോഗി രോഗത്തിൽ നിന്നും വിമുക്തനാകുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരുന്ന മന്ത്രം എന്താണെന്ന് നോക്കാം. മഹേശ ദേവദേവേശ ദേവദേവ പരാത്പര കുംഭേനാനേന ദത്തേന ജ്വരക്ഷിപ്രം വിനശ്യതു ഏകാന്തരം സന്നിപാതം തൃതീയം ച ചതുർത്ഥകം പാക്ഷികം മാസികം വാപി സംവത്സരികമേവ ച നാശയേതാം മമ ക്ഷിപ്രം വാസുദേവ മഹേശ്വരോ. ഇതാണ് മന്ത്രം. ഇനി ജ്വരത്തിൻ്റെ നിദാനവും ചികിത്സയും വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നും സംഗ്രഹിച്ച് ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ശ്ലോകം. രോഗമാദോ പരീക്ഷേത തദോനന്തരമൗഷധം തദകർമ്മഭിഷക് പശ്ചാത് ജ്ഞാനപൂർവം സമാചരേത്. വൈദ്യനാദ്യമായി രോഗത്തെയും അതിനുശേഷം ഔഷധത്തെയും പരീക്ഷിച്ച് തൻ്റെ അറിവിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യണം. അടുത്ത ശ്ലോകം. യസ്തു രോഗവിശേഷജ്ഞ കർമ്മഭൈഷ്യജ്ഞഗോവിദ ദേശകാലപ്രമാണജ്ഞ തസ്യ സിദ്ധിര സംശയം. രോഗവിശേഷങ്ങളെ പറ്റിയുള്ള ജ്ഞാനവും ക്രിയാകൗശലവും ഔഷധ നിശ്ചയവും ദേശകാലപ്രമാണങ്ങളിൽ അറിവും ഉള്ളവൻ്റെ ചികിത്സ നിശ്ചയമായും ഫലിക്കുന്നതാണ്. വൈദ്യൻ ആദ്യമായി രോഗം എന്താണെന്ന് അറിയാൻ ശ്രമിക്കണം. പിന്നെ രോഗം മാറുമോ ഇല്ലയോ എന്ന് ചിന്തിച്ച് തീരുമാനിച്ചതിന് ശേഷം ചികിത്സ ചെയ്യണം. ദോഷകോപം കൂടാതെ രോഗമുണ്ടാകുന്നില്ല. അതിനാൽ സമർത്ഥനായ വൈദ്യൻ രോഗത്തിൻ്റെ പേര് അറിയില്ലെങ്കിലും ദോഷലക്ഷണമനുസരിച്ച് ചികിത്സ ചെയ്യണം. വൈദ്യന് രോഗത്തിൻ്റെ പേര് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ വന്നു പോയാലും ഒരിക്കലും ലജ്ജിക്കരുത്. സമസ്ത രോഗങ്ങളുടെയും പേരുകൾ ശരിയായി ഇപ്പോഴും അറിവിൽപ്പെട്ടിട്ടില്ല. ഇതിനുള്ള ഒരു ശ്ലോകമുണ്ട്. അഷ്ടാംഗഹൃദയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. വികാരനാമാകുശലോ ന ജിഹ്രിയാത് കദാചന നഹി സർവവികാരാണാം നാമദോസ്തി ധ്രുവാസ്ഥിതി. ഇനി രോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം. അതിൻ്റെ ശ്ലോകം. ദർശന സ്പർശന പ്രശ്നൈ വ്യാധിർജ്ഞാനം ത്രിധാമധം. രോഗത്തെ മനസ്സിലാക്കുന്നത് ദർശനം, സ്പർശനം, ചോദ്യം എന്നിങ്ങനെ 3 തരത്തിലാകുന്നു. രോഗിയുടെ മുഖലക്ഷണം തുടങ്ങിയവ നോക്കി ആയുസ് മുതലായവയും സ്പർശിച്ചു നോക്കി തണുപ്പ് മുതലായവയും ചോദിച്ചു മറ്റു കാര്യങ്ങളും അറിയണം. ദർശനം കൊണ്ട് രോഗത്തിൻ്റെ അവസ്ഥയെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൂടാതെ രോഗിയെ കാണുന്ന സമയത്ത് ശ്വാസപരീക്ഷണം നടത്തി രോഗത്തിൻ്റെ മുക്തിയെപ്പറ്റി വൈദ്യൻ അറിഞ്ഞിരിക്കണം. ശ്വാസമുള്ള ഭാഗത്താണ് രോഗി ഇരിക്കുന്നതെങ്കിൽ രോഗം കുറയും. വൈദ്യൻ്റെ ശ്വാസമില്ലാത്ത ഭാഗത്താണ് രോഗി ഇരിക്കുന്നതെങ്കിൽ രോഗം അധികമാകും. രോഗി ശ്വാസമില്ലാത്ത ഭാഗത്തിരുന്ന് രോഗവിവരം പറഞ്ഞ് ശ്വാസമുള്ള ഭാഗത്ത് ചെന്നിരുന്നാൽ വളരെ ചികിത്സയ്ക്കും കാലത്തിനും ശേഷം രോഗം മാറും. തിരിച്ചാണെങ്കിൽ രോഗം മൂർച്ഛിക്കും. സ്പർശനം കൊണ്ട് സാമാന്യമായി ശരീരവേദന, മറ്റവസ്ഥകൾ എല്ലാം അറിയാമല്ലോ. ഇതുകൂടാതെ തപസ്സുകൊണ്ട് ദീക്ഷ കിട്ടിയ വൈദ്യന് ജീവശക്തി കയ്യിൽ ആവാഹിച്ച് അതുകൊണ്ട് സ്പർശിച്ചാൽ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തും എളുപ്പത്തിൽ നാടിമിടിപ്പും മറ്റ് ചലനങ്ങളും വ്യക്തമായി അറിയാനാകും. അങ്ങനെയുള്ള വൈദ്യശിരോമണിമാരുടെ സ്പർശനം കൊണ്ട് തന്നെ വേദന, വിഷമങ്ങൾ, മനക്ലേശം, കലുഷിതമായ ചിന്താഭാരം തുടങ്ങിയവയെല്ലാം തന്നെ അപ്രത്യക്ഷമാകും. രോഗം നിർണ്ണയിക്കാനും ചികിത്സ ശരിയായി വിധിക്കാനും ഇതുകൊണ്ട് തന്നെ കഴിയുന്നു. ഇനി അടുത്ത രോഗത്തിൻ്റെ വിഭജനമാണ്. അത് അടുത്ത ക്ലാസ്സിലാണ് പറയുന്നുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.